അഭയ സംവിധാനം പരിഷ്കരിക്കുന്നതിന് കൂടുതൽ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് ഇമിഗ്രേഷൻ, അഭയാർത്ഥി, പൗരത്വ മന്ത്രി മാർക്ക് മില്ലർ പറഞ്ഞു. നവംബർ 25-ന് ഒട്ടാവയിലെ പാർലമെന്റ് ഹില്ലിലുള്ള വെസ്റ്റ് ബ്ലോക്കിലെ പൗരത്വവും കുടിയേറ്റവും സംബന്ധിച്ച സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് മുമ്പാകെയാണ് മില്ലർ ഇക്കാര്യം വ്യക്തമാക്കിയത്. കാനഡയിൽ വർദ്ധിച്ചു വരുന്ന വിദേശ തൊഴിലവസരങ്ങളുടെ വിൽപ്പന, തട്ടിപ്പുകൾ, അഭയ പരിഷ്കരണങ്ങൾ എന്നിവ ഇല്ലാതാക്കുന്നതിനായാണ് മില്ലർ പുതിയ പദ്ധതികൾക്ക് തുടക്കമിടുന്നത്. കാനഡയിൽ ജോലി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ആളുകൾ ഇവിടെ തൊഴിൽദാതാക്കൾക്കായി $10,000 നൽകാൻ നിർബന്ധിതരാകുന്ന ഇമിഗ്രേഷൻ നടപടികൾ തടയുന്നതിനും അഭയ സമ്പ്രദായത്തിൽ പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തിലേക്ക് ഒരുങ്ങുകയാണ് ഒട്ടാവ. ഒരു താൽക്കാലിക വിദേശ തൊഴിലാളി കാനഡയിൽ പ്രവേശിക്കേണ്ടതിന്റെ ആവശ്യകത കാണിക്കുന്ന ഒരു രേഖയായ ലേബർ മാർക്കറ്റ് ഇമ്പാക്ട് അസസ്മെന്റിന് അല്ലെങ്കിൽ LMIA-യിൽ ഒരു കനേഡിയൻ തൊഴിൽദാതാവ് അപേക്ഷിക്കാൻ സാധ്യതയുള്ള കുടിയേറ്റക്കാർക്ക് പണം നൽകാനുള്ള ഇൻസെന്റീവ് കുറയ്ക്കുന്നത് പരിഗണിക്കുക എന്നതാണ് ഇതിന് പിന്നിലെന്ന് ഇമിഗ്രേഷൻ മന്ത്രി മാർക്ക് മില്ലർ പറഞ്ഞു. കൂടാതെ ലേബർ മാർക്കറ്റ് ഇമ്പാക്ട് അസസ്മെന്റിന്റെ ലോകത്ത് തൊഴിൽ വിപണി ഇമ്പാക്ട് അസസ്മെന്റിന് ഒരു വിലയും നൽകേണ്ടതില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എംപ്ലോയ്മെന്റ് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് കാനഡയിൽ നിന്ന് ഒരു തൊഴിലുടമ LMIA നേടിയാൽ സ്ഥിര താമസത്തിനായി അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന വിദേശ തൊഴിലാളികൾക്ക് കാനഡയിലേക്ക് വരുന്നതിന് വർക്ക് പെർമിറ്റിന് അപേക്ഷിക്കാൻ സാധിക്കുമായിരുന്നു. സ്ഥിര താമസത്തിനുള്ള അവരുടെ അപേക്ഷയ്ക്ക് 50 ബോണസ് പോയിന്റുകൾക്ക് ഒരു LMIA ഉണ്ടായിരിക്കുമെന്നും ഒട്ടാവ ഒരു LMIA മൂല്യമുള്ള പോയിന്റുകൾ കുറയ്ക്കാൻ നോക്കുന്നതിൽ പോയിന്റ് നേടാനുള്ള പ്രോത്സാഹനവും കുറവാണെന്നും ഒരു LMIക്കുള്ള 50 പോയിന്റുകൾ ഒരു സന്ദർഭത്തിൽ വിലമതിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളിൽ മൂലം സൃഷ്ടിക്കുകയും പോയിന്റുകളിൽ കുറഞ്ഞ പ്രോത്സാഹനം സൃഷ്ടിക്കുന്നെന്നും മില്ലർ വ്യക്തമാക്കി. ഇതൊക്കെ കൊണ്ടാണ് അഭയ സമ്പ്രദായം പരിഷ്കരിക്കുന്നതിനായി കൂടുതൽ നടപടികളുമായി മുന്നോട്ടു പോകുന്നതെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം ഇവിടെ വരുന്നവരിൽ ബഹുഭൂരിപക്ഷവും താൽക്കാലികമായി പോകാറുണ്ടെന്നും എന്നാൽ വർദ്ധിച്ചു വരുന്ന അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണം വളരെ ചെറിയ പ്രതീക്ഷയോടെ അഭയം തേടുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. താൽക്കാലികമായി കാനഡയിൽ ജീവിക്കുക എന്നതിന് പിറകിൽ ഇവിടെ സ്ഥിരമാകണം എന്ന കാര്യത്തിൽ ചില തെറ്റായ പ്രതീക്ഷ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. കൂടാതെ സ്ഥിര താമസക്കാരനോ പൗരനോ ആകുന്നത് അവകാശമല്ല എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കൂടാതെ കാനഡയിൽ അഭയാർത്ഥി അപേക്ഷകൾ പരിഗണിക്കാൻ ഏകദേശം 4 വർഷമെടുക്കുമെന്ന് ഇമിഗ്രേഷൻ ആൻഡ് റെഫ്യൂജി ബോർഡിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ ഈ മാസം ആദ്യം വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇതിന് മറുപടിയായി സിസ്റ്റം പരിഷ്കരിക്കാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും അത് വേണ്ട പോലെ പ്രവർത്തിക്കുന്നില്ല, ഇത് വോളിയത്തിന്റെ പ്രവർത്തനമാണ്, മാത്രമല്ല കാര്യക്ഷമതയുടെ പ്രവർത്തനമാണെന്നുമാണ് മില്ലർ പറഞ്ഞത്. ഒട്ടാവ ഇപ്പോൾ ആഭ്യന്തരമായി കാണുന്ന വർദ്ധിച്ചു വരുന്ന അവകാശവാദങ്ങൾ അപ്രതീക്ഷിതമല്ല. കാനഡയിൽ താമസിക്കുമെന്ന പ്രതീക്ഷക്കുറവുള്ള ആളുകളുമായി കണ്ടത് അന്യായമായി തനിക്ക് തോന്നുന്നുവെന്നും അവർക്ക് ചെയ്യാൻ പാടില്ലാത്ത അഭയ അപേക്ഷകൾ ഫയൽ ചെയ്യാൻ താൻ ആവശ്യപ്പെടുന്നതായും അദ്ദേഹം പറഞ്ഞു. ഒട്ടാവയുടെ മൊത്തത്തിലുള്ള ലക്ഷ്യം ഇമിഗ്രേഷൻ ലക്ഷ്യങ്ങളെ പകർച്ചവ്യാധിക്ക് മുമ്പുള്ള തലങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരികയാണെന്നും മില്ലർ MPമാരോട് പറഞ്ഞു. കൂടാതെ ഭവന നിർമ്മാണത്തിലും മറ്റ് സേവനങ്ങളിലുമുള്ള സമ്മർദ്ദം ലഘൂകരിക്കുന്നതിന് സ്ഥിര താമസക്കാരുടെ എണ്ണം കുറയ്ക്കുന്നതിനുള്ള പദ്ധതികൾ അദ്ദേഹം കഴിഞ്ഞ മാസം വെളിപ്പെടുത്തിയിരുന്നു. കൂടാതെ ഈ കുറവ് സർക്കാരിന് രാഷ്ട്രീയ വഴിത്തിരിവായെന്നും കുടിയേറ്റ അഭിഭാഷകർ ഇമിഗ്രേഷൻ വെട്ടിക്കുറവ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതിനാൽ വിദേശത്ത് നിന്ന് കാനഡയിലേക്ക് വരുന്ന ആളുകളിൽ ഭവന പ്രതിസന്ധിയിൽ കുറ്റപ്പെടുത്തുന്നത് അന്യായമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.